ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു അപ്ഡേറ്റിനകത്ത് എത്തീരിയത്തെ പറ്റിയും ബിറ്റ് കോയിനെ പറ്റിയും കുറച്ച് ഓൾട്ട് കോയിൻസ്, ട്രോൺ നെറ്റ്വർക്കിലുള്ള കുറച്ച് ഓൾട്ട് കോയിൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. പറ്റിയ നമ്മൾ ബി ടി സിയുടെ പ്രൈസും കൂടി ലാസ്റ്റ് നോക്കാം. അതിൽ ഏറ്റവും ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്തീരിയത്തെക്കുറിച്ചാണ്. നമ്മളിതിന് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു എത്തീരിയം ETF ജൂലൈയിൽ സ്റ്റാർട്ട് ആവും എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് മൊത്തം എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എത്തീരിയത്തിന് നല്ല രീതിയിലൊരു പമ്പിങ്, മീൻസ് നല്ല രീതിയിലൊരു റാലി നമ്മൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഓൾട്ട് കോയിൻ സ്റ്റാർട്ട് ആവുക കുറേ പേര് പറയുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്തീരിയം ETF അപ്രൂവൽ ആവാൻ പോവുകയാണെന്ന് പറഞ്ഞു, അപ്രൂവൽ ട്രേഡിംഗ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞു. സോ അതിനകത്തുള്ള ഇൻഫ്ലോസ് പല റിസർച്ചും പറയുന്നത് ബിറ്റ് കോയിൻ ETF വന്നതിൻ്റെ 50%ഓളം എത്തീരിയത്തിലേക്ക് മാത്രം വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കുറേ ആൾക്കാർ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് സെൽ ഓഫ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എത്തീരിയം ETF സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഫണ്ട് വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അപ് ടു 50% ആണ് പല ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നത് ETF എത്തീരിയത്തിൻ്റെ ഇൻഫ്ലോസ്. സോ അത് എത്തീരിയത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് പറയുന്നപ്പോൾ തന്നെ അതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഫേം ആയിട്ടുള്ളൊരു, നിങ്ങൾ കേട്ടതല്ലേ പാരാഡിഗം ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്, അത് ഏകദേശം 65 മില്യൺ വർത്ത് ഓഫ് എത്തീരിയം ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് അവരുടെ ആൻക്രോച്ച് ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഇതിലേക്ക്. ഏകദേശം അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 19,504 എത്തീരിയം ആണ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് പറയണത്. എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ, ഈ അർക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറേ പേർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നത് എയർ ഡ്രോപ്സ് ഒക്കെ കൊടുത്തിരുന്നു. ഈ അർക്കം $100 എയർ ഡ്രോപ്സ് ഒക്കെ ആൾക്കാർക്ക് കൊടുത്തിരുന്നു കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ. സോ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് മൂവ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയുള്ള മൂവ്മെന്റ്സ്, ഏതൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഡെപ്പോസിറ്റ് വിഡ്രോൾ വരുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ഇതിനെപ്പറ്റി തന്നെയാണ് ഇന്നത്തെ വേറെ വീഡിയോ. ഈ അർക്കത്തിനെ കുറിച്ചല്ല, ഈ അർക്കം മൂലം നമുക്ക് കിട്ടിയ 2-3 ഇൻസൈറ്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്യാപിറ്റൽ ഏകദേശം ഇത്രയും വലിയൊരു എത്തീരിയം ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ആൻകറേജ് ഡിജിറ്റൽ എന്നല്ലേ പറഞ്ഞത്. സോ ഈ ഒരു പറഞ്ഞ ആൻകറേജ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള റോബസ്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കസ്റ്റഡി സർവീസ് ആണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ETFs ഒക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഇത്രയും വലിയ രീതിയിൽ കൊടുക്കുന്നത് പറയുമ്പോൾ ഈ ജൂലൈയിൽ വരുന്ന ETF ട്രേഡിംഗ് നമുക്ക് ഏകദേശം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ എത്തീരിയത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോൺഫിഡൻസ്, ഒരുപാട് പേര് വലിയ രീതിയിൽ എത്തീരിയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഫിഡൻസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ ഒരു ETF എന്തായാലും അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അത് ട്രേഡിംഗ് ആരംഭിക്കുമെന്ന് വിശ്വസിക്കാം. ഇപ്പം എത്തീരിയം ഏകദേശം 3500 ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് തോന്നുന്നു. സോ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെന്ന് വെച്ചാൽ ഏകദേശം 3435 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ന്യൂസാണ് എത്തീരിയത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ക്രിപ്റ്റോ അഡോപ്ഷന്റെ കേസിൽ നമ്മുടെ ചാനലിൽ പണ്ട് പറഞ്ഞിരുന്നു UAE എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഹബ്ബാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞു. സോ UAE ആണ് ഇപ്പം ക്രിപ്റ്റോ അഡോപ്ഷൻ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇത് കറക്റ്റ് റിസൾട്ട് ആണോ എന്നറിയില്ല. ആസ് പെർ ഈ ഒരു കോയിൻ എഡിഷൻ എന്ന് പറഞ്ഞ ന്യൂസിൽ തന്നേക്കുന്നതാണ് ടോപ്പ് കൺട്രീസ് ബൈ ക്രിപ്റ്റോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ UAE ആണ് 30% വരുന്നുണ്ട്. യൂസേഴ്സിന്റെ ബേസ് നോക്കുമ്പം കുറവായിരിക്കാം, പക്ഷേ ഇവിടുത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഇത് വരുന്നത്. സോ UAE 30% പോപ്പുലേഷൻ ക്രിപ്റ്റോ ഓണേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വിയറ്റ്നാം ആണ്, പിന്നെ US ആണ്. അഫ്കോഴ്സ് ഇത് ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ഇവിടെ 3 മില്യനെ കാണുന്നുള്ളൂ, പക്ഷേ അവിടുത്തെ മൊത്തത്തിലുള്ള സൈസ് നമ്മൾ നോക്കണം. ഏറ്റവും കൂടുതലുള്ള ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 50 പേര് ക്രിപ്റ്റോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 50% ആണ്. സോ അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിൽക്കുന്ന UAE ആണ് ക്രിപ്റ്റോ അഡോപ്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു ഹബ്ബ് ആവും, കാരണം എല്ലാവർക്കും എന്തിനും പോകാൻ പറ്റുന്ന ഒരു ഹബ്ബാണ് UAE. സോ തീർച്ചയായിട്ടും ക്രിപ്റ്റോ അഡോപ്ഷനും അവിടെ നല്ല രീതിയിൽ വരും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നടന്നേക്കുന്നത്. സോ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഓൾട്ട് കോയിൻ്റെ ട്രോൺ, നമുക്കറിയാം ട്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓൾട്ട് കോയിൻസ് ഇവർ ജസ്റ്റിൻസൺ കുറച്ച് വലിയ രീതിയിലൊരു ഇൻവോൾവ്മെന്റ്സ് ആൾട്ട് കോയിൻസ്, ഈ ട്രോൺ നെറ്റ്വർക്കിലുള്ള ആൾട്ട് കോയിൻസ് ബൈനാൻസിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ബൈനാൻസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൽ ഓഫ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ നമുക്കറിയില്ല. സോ ഈ ഒരു ന്യൂസ് അനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി $105,000 വർത്ത് ഓഫ് BTT, അറിയാം BitTorrent, പിന്നെ 1.7 മില്യൺ വർത്ത് ഓഫ് വിൻ, പിന്നെ 21.37 മില്യൺ വർത്ത് ഓഫ് ട്രോൺ, ഈ ടോക്കൺസ് ഒക്കെയാണ് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കണമെന്ന് പറയുന്നുണ്ട്. സോ ഇതിന്റെ പിന്നിൽ എന്താണ്, എന്തെങ്കിലും പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല. സോ എന്തായാലും ഈ 3 ടോക്കണും ഒന്ന് നോക്കി വെച്ചേക്കുക. വലിയ രീതിയിൽ സെൽ ഓഫ് നടക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി വെക്കേണ്ട വേണം. സോ ഇതിനകത്ത് ഇവിടെ അഡ്രസ്സ് കൊടുത്തിരുന്നു, ഇത്രയും കാണിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഇതും അർക്കം എന്ന് പറഞ്ഞ ആ ഇന്റലിജൻസ് സോഴ്സ് കിട്ടിയ ന്യൂസാണ്. ഇതാണ് അഡ്രസ്സ്. ഇതനുസരിച്ച് ജസ്റ്റിൻസന്റെ അഡ്രസ്സ് ഇതാണ്. ഇതിനകത്ത് ഏകദേശം ഇത്രയും മില്യൺ സാധനമാണ് പോയേക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ഇതിനകത്ത് ഏകദേശം ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയില്ല. മേ ബി ഇവർ കൊടുക്കുന്ന അങ്ങനെ തെറ്റാവാൻ സാധ്യതയില്ല. സോ അതൊന്ന് നോക്കി വെക്കുക പറഞ്ഞ ടോക്കൺസ്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം US ഗവൺമെന്റും ക്രിപ്റ്റോയും തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ US ഗവൺമെന്റ്, നിങ്ങളിപ്പോൾ നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ആണ്, ക്രിപ്റ്റോനെതിരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറ്റ് ദ മൂമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US ഗവൺമെന്റിൻ്റെ ഏകദേശം
2,14,000 ബിറ്റ് കോയിൻ കയ്യിലിരിപ്പുണ്ട്. ഏകദേശം 13 ബില്യൺ വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ആണ് ഇരിക്കണമെന്നാണ് ഈ ഒരു ന്യൂസ് പ്രകാരം പറയുന്നത്. ഇത് മർക്കം വഴി തന്നെയാണ് കിട്ടിയേക്കുന്നത്. സോ ഇത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തോ ഇവർ വാങ്ങി വെച്ചതോ അല്ല, ഇവർ ഓരോ കേസസ് ഒക്കെ പറഞ്ഞത്. ഇപ്പം ഒരു കേസിനായിരുന്നു 2019 ഒരു ലണ്ടൻ ഈ ഒരു പുള്ളിക്കാരൻ ബൻമീത് സിംഗ് എന്ന് പറഞ്ഞ ആൾ എന്തൊക്കെയോ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആന്റി മണി ലോണ്ടറിങ് സാറല്ലോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെയ്ത് കണ്ടുകെട്ടിയ ബിറ്റ് കോയിൻസ് എല്ലാം US ഗവൺമെന്റിന്റെ കയ്യിലാണ്. സോ ആ അത്രയും വലിയ രീതിയിലല്ല, ഇത്രയും വലിയ മീൻസ് ഇത്ര 13 ബില്യൺ വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ആണ് പുള്ളിയുടെ ഉള്ളത്. അവരിപ്പം അതിനകത്ത് കുറച്ച് കോയിൻ ബേസിലേക്ക് സെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. US ഗവൺമെന്റ് സെൻസ് 3,914 ബിറ്റ് കോയിൻ, അതായത് ഈ പറഞ്ഞ 2 ലക്ഷത്തിൽ പരം ബിറ്റ് കോയിനിൽ നിന്ന് ഏകദേശം 4,000-ഓളം വരുന്ന ബിറ്റ് കോയിൻ ബേസ് എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. സോ ബിറ്റ് കോയിൻ ഗവൺമെന്റിന്റെ പൈസ ഇല്ലെങ്കിൽ ഗവൺമെന്റിന് ബിറ്റ് കോയിൻ വേണ്ടി വരുമോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു, SECയുടെ അപ്രൂവൽ വരുന്നു, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലേക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ ഗവൺമെന്റ് ഇത്രയും വലിയൊരു ബിറ്റ് കോയിൻ സെൽ ഓഫ് ഒക്കെ ചെയ്യുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഇതൊക്കെ ഒരു ഫഡ് ന്യൂസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ലെവലിൽ നിന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെ ഒരു ന്യൂസ്, ഞാൻ ഈ ഒരു ന്യൂസ് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുന്ന അറിയായിരുന്നു. പക്ഷേ ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് അറിയുന്നത് 2,14,000 ബിറ്റ് കോയിൻ ആണ് പറയുന്നത്. അത്രയും വലിയ ബിറ്റ് കോയിൻ ഇവർ വാങ്ങിയിട്ടില്ല. ഇവർ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഇവർ എന്തിനാണ് സെല്ല് ചെയ്ത് കോയിൻ ബേസിലേക്കൊക്കെ അയച്ചേക്കണമെന്ന് അറിയില്ല. ബട്ട് ഇത് നമ്മളെല്ലാവരും ഈ വരുന്ന ദിവസങ്ങളിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ എന്തായാലും ഒരു ക്രാഷ് എന്നുള്ളൊരു ചെറിയ രീതിയിൽ കറക്ഷൻ ഇനി നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം ETF വരുമ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എത്തീരിയം വരുമ്പോൾ അതിലേക്ക് ഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനിൽ നിന്ന് ഫണ്ട് എടുത്ത് ഓൾ കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു സെൽ ഓഫ് വരുന്നു. അതുപോലെ മൗണ്ട് ഗോസ് എക്സ്ചേഞ്ചിന് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അങ്ങനെ കുറച്ച് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസസ് ഉണ്ട്. വലിയ രീതിയിൽ നെഗറ്റീവ് ന്യൂസസ് പറയാൻ പറ്റില്ല, മീൻസ് പ്രൈസിൽ ചേഞ്ചസ് വരാനുള്ള കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് ന്യൂസ് പറഞ്ഞാൽ ക്രിപ്റ്റോ ഇല്ലാണ്ടാകുമ്പോഴൊക്കെയാണ് നെഗറ്റീവ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നമുക്ക് നെഗറ്റീവ് ന്യൂസ് പറയാൻ പറ്റില്ല. ഒരു കറക്ഷന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് നമുക്ക് കാണുന്നുണ്ട്. സോ ആ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു ക്വിക്ക് വീഡിയോ ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റിലായിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. BTCയുടെ പ്രൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സോൺ തന്നെയാണ്, അത് ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ റേഞ്ചിൽ വന്ന് വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുൻ മാർക്ക് ചെയ്തില്ല. ഈ ഒരു 2 വീഡിയോസൊക്കെ പറഞ്ഞതിൽ കാണാം. സോ ആ റേഞ്ചിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിപ്പം ക്ലോസ് ആയി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കറക്ഷനിലേക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു ന്യൂസൊക്കെ വരുമ്പോൾ മേ ബി ഇങ്ങോട്ട് വന്നാലും നമ്മൾ അതിശയപ്പെടേണ്ടതില്ല. ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോയാലും ഓൾട്ട് കോയിൻ പമ്പ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. സോ നമുക്ക് നോക്കാം എന്താ നടക്കുക എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.